പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 12 വെള്ളിയാഴ്ച രാവിലെ മുതൽ യുദ്ധം സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നമുക്ക് എല്ലാവർക്കും ഒരാശയക്കുഴപ്പം തോന്നിയില്ലേ? ഇതിലേതാണ് ശരിയെന്ന് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? അമേരിക്കയുടെ ഭാഗം പറയുന്നത് ഒന്ന്, ഇറാന്റെ ഭാഗം പറയുന്നത് വേറെ കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയങ്ങൾക്ക് അടിവരയിടാൻ വേണ്ടി നമ്മളിതൊക്കെ സൂക്ഷ്മമായി നോക്കുന്ന ആളുകളെന്ന രൂപത്തിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ന്യൂക്ലിയർ പ്രോഗ്രാം നിർത്തിവെക്കാൻ വേണ്ടി ഇറാൻ സമ്മതിച്ചു എന്നാണ് വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ചുകൊണ്ട് ആഗോള നിരീക്ഷകരും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമങ്ങൾ അതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്നു. എന്നാൽ യുദ്ധം നിർത്തിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇറാൻ പറയുന്ന കാര്യങ്ങൾ അക്കമിട്ട് പറയുമ്പോൾ പാകിസ്ഥാൻ മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് ഇറാൻ പറയുന്നു. ഒന്നാമത്തേത്, എണ്ണ ഉപരോധം ഇറാനു മേലുള്ളത് പിൻവലിക്കണം അമേരിക്ക. രണ്ടാമത്തേത്, ഫണ്ട് റിലീസ് ചെയ്യണം. അതായത് $24 ബില്യൺ ഫണ്ട് വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്നതാണ്, അത് റിലീസ് ചെയ്യണം. പിന്നെ അമേരിക്കൻ സേന ഹോർമോസുമായോ ഇറാന്റെയോ അടുത്തൊന്നും ഉണ്ടാവരുത്, അവരെയൊക്കെ പിൻവലിക്കണം എന്നും ഇറാൻ ഒരു ആവശ്യമായിട്ട് പറയുകയാണ്. ലെബനോനെ കൂടി ഉൾപ്പെടുത്തണം എന്ന കാര്യം പണ്ടും പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു എന്ന് ഇറാൻ പറയുകയാണ്. മാത്രമല്ല, ന്യൂക്ലിയർ ഡീലിനെ കുറിച്ച് അമേരിക്ക പറയുന്നതല്ല ശരി, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു 60 ദിവസത്തിനിടയിൽ ആ കരാർ സംസാരിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇതിന് മറുപടിയായി പറയുന്നത് ഒരൊറ്റ എണ്ണം പോലും വിട്ടുകൊടുക്കുന്നില്ല അമേരിക്കയും. കരാറിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന വിധത്തിലാണ് ഇറാൻ പെരുമാറുന്നത് എന്ന് ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും ഒരുപോലെ ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ജൂൺ 12 വൈകുന്നേരം കാണുന്നത്. ഇങ്ങനെയുള്ള ഫേക്ക് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന, അത് ചോർത്തി ആനന്ദം കണ്ടെത്തുന്ന ഇറാനെയാണ് ഞങ്ങൾ കാണുന്നതെന്ന് അമേരിക്ക പ്രതിഷേധ സ്വരത്തിൽ പറയുകയും ചെയ്യുമ്പോൾ എവിടെയാണ് ജൂൺ 14 ഞായറാഴ്ച കരാറിൽ ഒപ്പിടുമോ? സാധാരണക്കാർ നോക്കിയിരിക്കുന്ന കാര്യം വിയന്നയിൽ നടക്കുന്ന ജൂൺ 14 ഒപ്പിടൽ പരിപാടി നടക്കുമോ? ഇറാൻ പറഞ്ഞിരിക്കുന്നു നടക്കില്ല എന്ന്, അമേരിക്ക പറയുന്നു നടക്കുമെന്ന്. ഇതിലേത് നമ്മൾ വിശ്വസിക്കണം? ഇതിനിടയിൽ ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ഇന്ത്യൻ കപ്പലുകൾക്ക് മേൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഡ്രോണുകൾ ആക്രമണം നടത്തി എന്ന വാർത്ത വരികയും ഇന്ത്യയും അമേരിക്കയും ഒന്നുപോലെ ഇതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ യുദ്ധമൊക്കെ ഒരു പരിസമാപ്തിയിൽ എത്താൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വരാൻ തുടങ്ങി ഇന്ന് രാവിലെ മുതൽ എണ്ണവില ബാരലിന് 87 പിന്നെ ചിലയിടങ്ങളിൽ $84 കുറഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇങ്ങനെ ഒരു വിലക്കുറവ് കണ്ടിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായി മാറിയിരിക്കുന്നു. ഒരു ചെറിയ പ്രസ്താവന കൊണ്ട് ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുമെന്നുള്ളതിന്റെ ജൂൺ 12 ഉദാഹരണമായി നമ്മുടെ മുന്നിൽ എണ്ണവില നിലകൊള്ളുകയാണ്. ഇനി ഇറാന്റെ ആണവോർജം ഇത് സംബന്ധിച്ചുള്ള ഇസ്രയേലിന്റെ നിലപാടാണെങ്കിൽ, താൻ അധികാരത്തിലുടത്തോളം കാലം ഒരു കാരണവശാലും ഇറാൻ ആണവോർജവുമായി മുന്നോട്ട് പോകില്ല എന്ന ഗ്യാരണ്ടിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ദുബായിലേക്ക് വരുമ്പോൾ കുറച്ച് ആളുകൾ പല സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കുന്നു, ദുബായിൽ ഈ മക്തൂം എയർപോർട്ടിന്റെ നിർമ്മാണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യം അറിഞ്ഞിട്ട് പല ആളുകളും പല കോണുകളിലിരുന്നും പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എയർപോർട്ടിന്റെ പണിയൊന്നും നടക്കില്ല എന്ന്. പക്ഷേ ദുബായ് എയർപോർട്ട്സിന്റെ CEO പോൾ ഗ്രിഫിത്ത് അദ്ദേഹം വ്യക്തമായി എല്ലാ മാധ്യമങ്ങളെയും അറിയിച്ചിരിക്കുന്നു. എന്താണോ മക്തൂം എയർപോർട്ടിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിവിശാലമായി അതിഗംഭീരമായി ഓൺ ട്രാക്ക് എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വലിയ അത്ഭുതം ട്രാവൽ ടൂറിസം മേഖലയിൽ ദുബായ് കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ ഒരു സംശയവും ആർക്കും വേണ്ട എന്നാണ് CEO പ്രഖ്യാപിച്ചിരിക്കുന്നത്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.